പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇത് കാണുന്ന കമലാമ്മ വിക്രമിനോട് പറയുന്നുണ്ട്, നിർത്ത് വിക്രം, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിനക്കവളെ വേണ്ടെങ്കിൽ അവളോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറ, അല്ലാതെ താലി പിടിച്ച് പൊട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അതെങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ നീ എൻ്റെ തനി സ്വഭാവം അറിയും. ഞാൻ പിന്നെ മനുഷ്യനെ അല്ലാതായി തീരും. പിന്നെ ഈ വീട്ടിൽ വേറെയും സുമംഗലികളുണ്ട്. അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് കേൾക്കുന്ന വിക്രം താലിൽ നിന്ന് പെട്ടെന്ന് കയ്യങ്ങ് പിൻവലിക്കുന്നുണ്ട്. പിന്നീട് വേദ കമലാമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്. വേദയുടെ കണ്ണിൽ നിന്നിങ്ങനെ തുരുതുരാ വെള്ളം വരുന്നുണ്ട്. അമ്മേൻ്റെ താലി സംരക്ഷിച്ചു, അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ വീട്ടിന് മുന്നിൽ ആരുമില്ലാത്തവളെ പോലെ ഞാൻ വന്നു നിന്ന സമയത്ത് അമ്മയാണ് എന്നെ അകത്തേക്ക് സ്വീകരിച്ച് എനിക്ക് കിടക്കാനൊരിടം തന്നത്. അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കാലിൽ വീഴുന്നുണ്ട് വേദ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് ഒരു ഉമ്മ കൊടുക്കുകയാണ്. പെട്ടെന്ന് വേദ ഇത് ചെയ്ത സമയത്ത് കമലാമെന്ന് ഞെട്ടുന്നുണ്ട്. പിന്നീട് വേദ ശ്രീചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ ചേച്ചി എന്ന് വിളിച്ചത് എൻ്റെ സ്വന്തം ചേച്ചിയെ എൻ്റെ മനസ്സിൽ ശ്രീചേച്ചിയെ കാണുന്നത് കൊണ്ട് തന്നെയാണ്. ഞാനിവിടുന്ന് പോയാലും എനിക്ക് അതുപോലെ തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ മോളെ ഉണ്ടല്ലോ ചേച്ചി, നന്നായി പഠിപ്പിക്കണം. ചേച്ചിയെപ്പോലെ വീട്ടിലിരുത്തേണ്ട ഒരാവശ്യമില്ല. അവൾ നന്നായി പഠിക്കട്ടെ. എത്രത്തോളം പഠിക്കണോ അത്രയും വരെ. പിന്നെ അതിനെല്ലാമുള്ള പണം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഞാൻ അവളെ പഠിപ്പിച്ചോളാം. ചേച്ചി എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രീജ പറയുന്നുണ്ട്, അതിനെന്താ, അവൾ എൻ്റെ മോള് മാത്രമല്ല നിൻ്റെയും കൂടി മോളല്ലേ. നിനക്ക് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിപ്പിച്ചോ. എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ വേദ, നീ വിഷമിക്കണ്ട കേട്ടോ. നീ എന്നെങ്കിലും ഒരിക്കൽ വിക്രമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നൊരു കാലമുണ്ടാവും. അത് ഞാൻ ഓരോ ദിവസം ഞാനത് സ്വപ്നം കാണും. നീ നോക്കിക്കോ, ഞാൻ പറഞ്ഞത് സത്യമാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട് വേദ സങ്കടത്തോടെ കരയുന്നുണ്ട്. അവളുടെ മനസ്സിൽ നിന്നും അങ്ങനെയുള്ള പ്രതീക്ഷകളെല്ലാം തന്നെ പോയിരുന്നു. പിന്നീട് വേദ ചെല്ലുന്നത് നമ്മുടെ നന്ദിനിയുടെയും വിനയൻ്റെയും അടുത്തേക്കാണ്. നന്ദിനിയോട് പറയുന്നുണ്ട്, നന്ദിനിയേച്ചി, ഈ പണം മാത്രമല്ല ജീവിതം, സ്നേഹം കൂടെ വേണം. പിന്നെ ഞാൻ ഒരുപാട് പണം കണ്ട് വളർന്ന ഒരു പെൺകുട്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ പണം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെയോ ഒന്നും സ്നേഹം നിങ്ങൾക്ക് ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്നത് നല്ലതാ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടി, നീ എങ്ങനെ വല്ലാണ്ട് സംസാരിക്കുകയൊന്നും വേണ്ട. പിന്നെ നീ പോകാൻ വരട്ടെ. നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഉണ്ടല്ലോ, അതിൽ കിടക്കുന്ന ആ താലി എൻ്റെ അമ്മ, ഈ കമലാമ്മ നന്നായി അധ്വാനിച്ചുണ്ടാക്കിയ സ്വരുക്കൂട്ടി വെച്ച കാശ് കൊണ്ട് നിനക്ക് വാങ്ങി തന്നതല്ലേ, അതിവിടെ ഊരി വെച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറയുന്ന സമയത്ത്, നിർത്തടി എവിടെ, എന്താ നീ പറഞ്ഞതെന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത താലി തന്നെയാ. അത് അവൾക്ക് അവകാശപ്പെട്ടതാ. അവൾക്ക് എന്ന് വേണ്ട എന്ന് തോന്നുന്നോ അന്ന് അവളത് അമ്പലത്തിൽ ഉപേക്ഷിക്കട്ടെ. അത് ഊരി വെക്കാൻ പറയാനുള്ള അവകാശം നിനക്കില്ലെന്ന് കമലാമ്മ പറയുന്നുണ്ട്. അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, എടി, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നു. പിന്നെ നീ ഇവിടെ വരുന്ന സമയത്ത് എന്നെ വെല്ലുവിളിച്ചതല്ലേ ഈ വീട്ടിൽ നീ വിക്രമിനോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്നൊക്കെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സംഭവിച്ചത്. ഓടിപ്പോന്നേ. ഇനി ഒരിക്കലും നീ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറരുത് എന്ന് പറയുകയാണ് നന്ദിനി. പിന്നീട് വേദ മാഷിനോട് പറയുന്നുണ്ട്, അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സങ്കടം വരുന്ന ഏത് നിമിഷത്തിലും ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരും. പിന്നെ അച്ഛൻ്റെ ജനിക്കാതെ പോയ ഒരു മകളാണെന്ന് എന്നെ സ്വന്തം മകളായി തന്നെ മനസ്സിൽ കരുതിക്കൊള്ളണം. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. മാഷ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെ, നീ നന്നായി വരും. നിനക്ക് നല്ലത് മാത്രമേ വരൂ. അത്ര നല്ല മനസ്സാണ് നിൻ്റേതെന്ന് മാഷ് പറയുന്നുണ്ട്. പിന്നീട് വേദ ബാഗും എടുത്തുകൊണ്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കാതെ മനഃപൂർവ്വമായി കൊണ്ട് തന്നെ വേദ നോക്കുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷം വേദ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതേസമയം തന്നെ വിക്രമും വേദയെ നോക്കുന്നുണ്ട്. വേദ നേരെ ചെല്ലുന്നത് തൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ശങ്കരനാരായണനും പത്മയും അമ്മുത്തശ്ശിയും എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വേദയെ കാണുന്നില്ല. അവർ ഈ കേസിനെ കുറിച്ച് നല്ല ഹാപ്പിയായി തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേദ ഉമ്മറത്ത് കയറി വരുന്നുണ്ട്.
ബാഗും പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ വേദിയുടെ നിൽപ്പ് കണ്ട് പത്മയും മുത്തശ്ശിയും എല്ലാം ഒന്നും ഞെട്ടുന്നുണ്ട്. എല്ലാവരും പരസ്പരം നോക്കുന്നു. വേദ പറയുന്നുണ്ട്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ നിന്നെ അപ്പോൾ അവർ പുറന്തള്ളിയല്ലേ, വീട്ടിൽ നിന്നും പുറത്താക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, എന്നെ പുറത്താക്കിയതല്ല, എൻ്റെ ഇഷ്ടത്തോടെ ഞാൻ വന്നതാണെന്ന് പറയാണ്. എന്നാൽ വർഷ പറയുന്നുണ്ട്, നീ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഉണ്ടല്ലോ, അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞിട്ട് നീ അകത്തേക്ക് കയറിക്കോ എന്ന് പറയാണ്. എന്നാൽ വേദ പെട്ടെന്ന് സങ്കടം വന്ന് നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്നാൽ നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഏയ് വർഷ നീ മിണ്ടാതിരിക്കേ, അവളിപ്പോൾ ഒരു ആശ്രയമില്ലാതെ അവളുടെ വീട്ടിലേക്ക് അവളുടെ അമ്മയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറട്ടെ, മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ അതിനുള്ള സമയമല്ല. അവളോട് അകത്തേക്ക് കയറാൻ പറയ് പത്മി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് പത്മയ്ക്കും നമ്മുടെ മുത്തശ്ശിക്കും സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് വേദയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ മോളെ, നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്.